നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ ഓർമ്മയായി. 69 വയസ്സായിരുന്നു. രോഗബാധിതനായി ഉദയംപൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ശ്രീനിവാസനെ ഇന്ന് രാവിലെ ഡയാലിസിസിനായി കൊണ്ടുപോകവെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാവിലെ 8:30 ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ. മൃതദേഹം തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് എത്തിക്കും. സംസ്കാരം പിന്നീട്. ആക്ഷേപഹാസ്യത്തിൻ്റെ സാധ്യതകൾ സൂക്ഷ്മമായി തന്നെ ഉപയോഗിച്ച ശ്രീനിവാസൻ്റെ ആദ്യകാല സിനിമകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയും സങ്കടങ്ങളും മിഴിവോടെ ആവിഷ്കരിച്ചു. സത്യൻ അന്തിക്കാടിനൊപ്പം അദ്ദേഹം ചെയ്ത വരവേൽപ്പ് അടക്കമുള്ള സിനിമകൾ മലയാളികളുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും ജീവിതവും പറയുന്നവയായിരുന്നു. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി യന്ത്രം എന്നീ ചിത്രങ്ങൾ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1991 പുറത്തിറങ്ങിയ സന്ദേശത്തിൻ്റെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.